Watching video without subscribing the channel is injurious to health. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് ആരോഗ്യത്തിന് ഹാനികരം. നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളുടെയൊക്കെ ടൈറ്റിൽ ഡിസൈൻ കാണാൻ നല്ല രസമാണ്. അതായത് ആ സിനിമയുടെ കഥയെപ്പറ്റി എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ ആ ടൈറ്റിൽ ഡിസൈനിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് മഹേഷിൻ്റെ പ്രതികാരം, എന്നാ താൻ കേസുകോട്, തീവണ്ടി തുടങ്ങിയ സിനിമകളുടെ ടൈറ്റിൽ എടുത്ത് നോക്കിയാൽ ആ പടത്തിൻ്റെ കഥയെപ്പറ്റി ചെറിയൊരു ക്ലൂ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയ ഒരു ട്രെൻഡാണ്. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ടൈറ്റിൽ ഡിസൈനിൽ ഒരു ചെറിയ കുസൃതി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ. അതായത് സിദ്ധാർത്ഥയുടെ ടൈറ്റിൽ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുന്ന ഒരു സാധനം, അതിൻ്റെ അറ്റത്ത് സിദ്ധാർത്ഥയുടെ തല. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. പക്ഷെ അത് MNT മുരളി ഉദ്ദേശിച്ച സാധനമല്ല. സിദ്ധാർത്ഥയുടെ തല ഇങ്ങനെ നീണ്ട കൊടിമരം പോലെ നിൽക്കുന്നതാണ്. അതായത് സിദ്ധാർത്ഥയുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഈ ടൈറ്റിൽ ഡിസൈനിലെ ക്ലൂ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സിനിമയാണ് കൊടിമരത്തലയൻ സിദ്ധാർത്ഥ. സിദ്ധാർത്ഥയുടെ അച്ഛൻ കരുണാകര മേനോൻ സിറ്റിയുടെ മേയറാണ്. സിദ്ധാർത്ഥയും കരുണാകര മേനോനും തമ്മിൽ അത്ര ചേർച്ചയിലല്ല. അച്ഛനും മോനും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ്. സ്വന്തം അച്ഛന്റെ പേരിനോടൊപ്പം മിസ്റ്റർ എന്ന് ചേർത്ത് വിളിക്കാനുള്ള സൗമനസ്യം എന്റെ മോനുണ്ടായല്ലോ, ആശ്വാസമായി. നഗരപിതാവാണെങ്കിലും സ്വന്തം മകന്റെ സ്നേഹം കിട്ടാതെയാണ് ആ പിതാവ് വളർന്നത്. അതുകൊണ്ട് എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. സ്വാഭാവികം. സാധാരണ സൂപ്പർ മെഗാ താരങ്ങളുടെ ഇൻട്രോ പോലെയല്ല സിദ്ധാർത്ഥയിലെ ഇൻട്രോ. സാധാരണ മഴയത്ത് സ്ലോ മോഷനൊക്കെ ഇട്ട് പതുക്കെ നടന്നു വരും, അല്ലെങ്കിൽ മാസിഡ ബോസിഡ എന്ന് കാറിക്കൂവി നിലവിളിച്ചുകൊണ്ട് വരും. പക്ഷേ സിദ്ധാർത്ഥയുടെ ഇൻട്രോ അല്പം ഡിഫറൻ്റ് ആണ്. പൊന്നിന്റെ മണമുള്ള ഇൻട്രൊഡക്ഷനാണ് സിദ്ധാർത്ഥയുടേത്. അപ്പോൾ ഈ കൈമുട്ട് വരെയുള്ള ഗ്ലൗസും ഏപ്രണും ഒക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കരിപ്പൂർ എയർപോർട്ടിലെ ഗോൾഡ് തപ്പുന്ന കസ്റ്റംസ് ഓഫീസറാണെന്ന്. പക്ഷേ അല്ല, സിദ്ധാർത്ഥ ഒരു ഫാക്ടറി മുതലാളിയാണ്. ഫാക്ടറിയിലെ മെഷീൻ കേടായപ്പോൾ മുതലാളി തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് നന്നാക്കുന്നതാണ്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. പണ്ട് ഇതുപോലൊരു ഇന്റർനെറ്റ് കഫേയിൽ കയറി നടിമാരുടെ ഫോട്ടോ എടുത്ത് വെച്ച് സൂം ചെയ്ത് നോക്കുന്നതിനിടയ്ക്ക് കൂട്ടുകാരൻ വന്ന് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞത്, ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. ക്ലിയർ അല്ലാത്ത സാറ്റലൈറ്റ് പിക്ചറിൽ നിന്നും വ്യക്തമായ സർഫസ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാസ ഇത് ഉപയോഗിച്ചത്. പക്ഷേ സിദ്ധാർത്ഥ അത് ഉപയോഗിച്ചത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. അതിനിടയ്ക്ക് നഗരപിതാവ് നഗരം ശുചീകരിക്കുന്നതിന് വേണ്ടി സിറ്റിയിലുള്ള അലക്കുകാരെ എല്ലാം അവരുടെ സ്ഥലത്തു നിന്ന് ഇറക്കി വിട്ടിട്ട് അവിടെ പാർക്ക് പണിയാൻ തീരുമാനിക്കും. അലക്കുകാരാണെങ്കിൽ അവരുടെ സ്ഥലം വിട്ടുകൊടുക്കത്തില്ലെന്നും. അത് വലിയൊരു ഇഷ്യൂ ആവും. വഴിയെ പോകുന്ന വയ്യാവേലി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തുന്ന ശീലമുള്ള സിദ്ധാർത്ഥ അതിനിടയ്ക്ക് കൊണ്ടുപോയി തലയിടും. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഇവന്റെ പിൻബലത്തിലാണ് നിങ്ങൾ വാശി പിടിക്കുന്നതെങ്കിൽ കഷ്ടപ്പെടാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത് നമുക്ക് കാണാം. തൽക്കാലം അവരിവിടെ തന്നെ കഴിഞ്ഞോട്ടെ. ഫർദർ ആക്ഷൻസ് ഒന്നും എടുക്കണ്ട. പ്ലീസ് ഡു വാട്ട് ഐ സെഡ്. പ്ലീസ് കം ഓൺ, ഗോ ബാക്ക്. താങ്ക് യു. അതുകൊള്ളാം. അതിന് സിദ്ധാർത്ഥ മുതലാളി എന്തോ കാണിച്ചിട്ടാ. പോലീസുകാരുടെ അടികൊണ്ട് മോന്റെ വായിന്ന് പത വരണ്ടെന്ന് വിചാരിച്ച് മേയറച്ചൻ വന്ന് വട്ടം പിടിച്ചില്ലായിരുന്നെങ്കിൽ സിദ്ധാർത്ഥ മുതലാളിയുടെ അവസ്ഥ ഇത് പറയുന്നത്. എന്തായാലും പോലീസുകാരുടെ തല്ലുകൊള്ളാതെ ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ സിദ്ധാർത്ഥ മുറി കയറി കഥ അടച്ച് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കാര്യവുമില്ലാതെ കണ്ണുകൾ കൊണ്ട് കഥകളി നടത്തും. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. സിദ്ധാർത്ഥ അസുഖം കളഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മുറി കയറിയിരുന്ന ഒറ്റയ്ക്ക് കണ്ണുരുട്ടി കാണിച്ച് സ്വയം പേടിപ്പിക്കാൻ ഇങ്ങരുടെ തലയ്ക്ക് വല്ല ഭ്രാന്തും ഉണ്ടോന്ന്. അതെ, ഭ്രാന്തുണ്ട്.
ഗെയിം ഓഫ് ത്രോൺസിനും കാരണവർ ഫാമിലി ട്രീക്കും ശേഷം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ട്രീയാണ് സിദ്ധാർത്ഥയുടേത്. അച്ഛൻ മേയറുണ്ട്, മേയറുടെ ഭാര്യ ലക്ഷ്മി, മേയറുടെയും ലക്ഷ്മിയുടെയും മകൻ സിദ്ധാർത്ഥ, മേയറുടെ മാനേജറാണ് രാഘവൻ, രാഘവന്റെ പെങ്ങൾ ശ്രീദേവി, ശ്രീദേവിയും മേയറുടെ ഭാര്യയാണ്, മേയറുടെയും ശ്രീദേവിയുടെയും മകൻ സേതു, രാഘവന്റെ മകനാണ് ബാലു, മകൾ രാധിക. ബാലു പ്രേമിക്കുന്നത് സിദ്ധാർത്ഥയെ തല്ലാനോടിച്ച പോലീസ് കമ്മീഷണറുടെ പെങ്ങൾ ഹേമയെ, സിദ്ധാർത്ഥ പ്രേമിക്കുന്നതും ഹേമയെ. സിദ്ധാർത്ഥന്റെ ശിങ്കിടി പവിത്രൻ, പവിത്രൻ പ്രേമിക്കുന്നത് രാധികയെ, രാധികയെ കെട്ടാൻ പോകുന്നത് സേതു. അങ്ങനെ ആകെ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ട്രീ ആണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു ദിവസം സിദ്ധാർത്ഥൻ രാഘവന്റെ മകൻ ബാലു പഠിക്കുന്ന കോളേജിൽ വരും. അവിടെ വെച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണും, ഹേമ. ബാലു എവിടെ? അവൻ ആ ഫാഷൻ ഷോ നടക്കുന്നിടത്ത് ചുറ്റി കറങ്ങുന്നുണ്ടാവും. ഓഹോ. ഒന്നതരമായിരിക്കും, വെറുതെ പറയണമെന്നായിരിക്കും. ചേടാ, കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ട ഉടനെ ഇങ്ങനെ കൂടെ നിൽക്കുന്നവന്മാരുടെ മർമ്മത്ത് കയറി പിടിക്കുന്നത് എന്തിനാ? മനുഷ്യനല്ലേ പുള്ളേ, വെച്ചാലെന്താ ഇപ്പൊ മോൻ ചത്തൊന്നും പോലല്ലോ. അപ്പൊ സിദ്ധാർത്ഥയുടെ സ്റ്റെപ്പ് ബ്രദറാണ് സേതു. സേതു അമേരിക്കയിൽ നിന്ന് വന്നതാണ്. വന്ന ഉടനെ പുള്ളി ഫാക്ടറിയിലെ പഴയ ജോലിക്കാരെ എല്ലാം പിരിച്ചുവിടാൻ തീരുമാനിക്കും. ഉടനെ ജോലിക്കാരി എന്ന് സിദ്ധാർത്ഥയോട് പരാതി പറയും, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്, ഞങ്ങളെ ഇവിടുന്ന് പിരിച്ചുവിടരുത്, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. മോനറിയാലോ, ഈ കമ്പനിന്റെ തറക്കല്ലിട്ട കാലം തൊട്ടേ ഞാൻ ഇവിടെ ഇട്ട് മയ്യത്താവുന്നതുവരെ ഇവിടുത്തെ ജോലി എടുത്ത് കൈയിടുന്ന തന്നെയാ പൂതി. നിങ്ങളെയൊന്നും ആരും പിരിച്ചുവിടാൻ പോണില്ല. പോരെ? ഉടനെ സിദ്ധാർത്ഥ ചെന്ന് അനിയനോട് ചൂടാവും. അതൊന്നും ഇവിടെ നടക്കില്ല. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം പുറത്ത്. കൂടുതൽ ചിലക്കാതെ ഇറങ്ങി പോടാ. ബട്ട് 1 minute later. നിങ്ങൾ സേതുവിനെ അംഗീകരിച്ചാൽ മാത്രം പോരാ, എന്നോട് എങ്ങനെയായിരുന്നോ അതുപോലെ അവനോട് സഹകരിക്കുകയും വേണം. ആൻഡ് തൊഴിലാളികൾ വേർ ലൈക്ക്, എന്നേക്കാൾ പഠിപ്പ് അറിവുള്ള നീ തന്നെയാണ് എന്തുകൊണ്ടും ഈ കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ യോഗ്യൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മോനെ, അങ്ങനെ ഇരിക്കുമ്പം ബാലു വന്നിട്ട് സിദ്ധാർത്ഥയോട് പറയും അവൻ പ്രേമിക്കുന്ന ഹേമയെ കമ്മീഷണർ നിർബന്ധിച്ച് വേറെ കല്യാണം കഴിപ്പിക്കുന്നെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി സിദ്ധാർത്ഥ കല്യാണം മുടക്കാൻ ഇറങ്ങിത്തിരിക്കും. ഹേമയെ വരട്ടി കല്യാണം നടത്താൻ അയാളുടെ ശ്രമം. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്നുള്ള ഉറപ്പാ? എന്നാൽ അവളുടെ കഴുത്തിൽ വേറെ ആരും താലി കെട്ടുകയില്ല. നീ വാ. ഒരുമിച്ചൊരു കോളേജിൽ പഠിക്കുന്നവർ, അതും മെഡിക്കൽ കോളേജിൽ, നാളെ വലിയ ഡോക്ടർമാരാൻ പോകേണ്ടവരാ. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നത് ഒരു തെറ്റാണോ? അനാവശ്യമാണോ? അല്ല സുഹൃത്തെ, ഹേമ ഇവനും തമ്മിൽ അടുപ്പത്തിലാണ്. സുഹൃത്തെ, ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഹേമയെ വിളിച്ചു ചോദിച്ചു നോക്ക്. ഈ കല്യാണത്തിന് കമ്മീഷണർ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണെന്ന് അവള് തന്നെ പറയും. പക്ഷേ ഹേമ ഒന്ന് പറയും, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ആര് പറഞ്ഞു നിങ്ങളോട്? ഹേമേ, മനസ്സിലെ സ്നേഹം മറച്ചു വെച്ച് സംസാരിക്കരുത്. സ്നേഹോ? നിങ്ങൾക്കറിയോ, കോളേജിലെ ഏറ്റവും വൃത്തികെട്ട തെമ്മാടിയാണ് അവൻ. പിന്നാലെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് അവൻ എന്നെ. അതിന് തന്നാരും വിളിച്ചില്ല. സാമ്രാജ്യം, അനശ്വരം, ജാക്ക്പോട്ട് തുടങ്ങിയ നല്ല സിനിമകളെടുത്ത ജോമോനാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. നമുക്കെല്ലാവർക്കും അറിയാം, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ശ്രീ മമ്മൂട്ടിയെ എല്ലാവരും സ്നേഹത്തോടെ മമ്മൂക്ക എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ജോമോൻ അത് മനസ്സിലാക്കിയത് വേറെ ഏതോ തരത്തിലാണെന്ന് തോന്നുന്നു. കാരണം ഈ പടത്തിലെ വന്നവനും പോയവനും വഴിയിൽ വായും പൊളിച്ച് നിൽക്കുന്നവനും വരെ മമ്മൂക്കയെ എടുത്തിട്ട് അങ്ങ് ഊക്കുക. അത് പറയാൻ താനാരാ? ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ആര് പറഞ്ഞു നിങ്ങളോട്?
നീ പറഞ്ഞില്ലേ എന്റെ പെങ്ങളും അവനുമായി പ്രേമത്തിലാണെന്ന്. വിളിക്കടാവനെ. എവിടെടാ അവൻ? എന്തായാലും കല്യാണം മുടക്കിയ സിദ്ധാർത്ഥയെ കമ്മീഷണർ എടുത്തങ്ങ് ഒടുക്കും. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കി നിന്റെ ഞാൻ. ഒരു കല്യാണ മണ്ഡപത്തിൽ കയറി ചെന്ന് തെമ്മാടിയായ അനിയന് വേണ്ടി കല്യാണ പെണ്ണിനെ പറ്റി ഇല്ലാത്ത വരദൂഷണം മുഴുവൻ പറഞ്ഞു പരത്തി ആ കല്യാണം മുടക്കി പെണ്ണിന്റെ ചേട്ടന്റെ ഇടികൊണ്ട് പുറം പള്ളിപ്പുറമായി പൊളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായും സിദ്ധാർത്ഥ എല്ലാവരോടും മാപ്പ് ചോദിക്കും, ലാലു അലക്സിന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുമെന്നൊക്കെ. പക്ഷേ കൂമ്പിനിട്ട് ഇടിയും കൊണ്ട് ലാലു അലക്സിന്റെ വായിരിക്കുന്ന തെറിയും കേട്ട് മാസ് BGM ഇട്ട് സ്ലോ മോഷനിൽ തിരിഞ്ഞൊരു നടത്തമുണ്ട്. ഹോ, തൊലിക്കട്ടി തന്നെ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഈ സീൻ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, കൊടിമരത്തലയൻ സിദ്ധാർത്ഥയ്ക്ക് തലയ്ക്ക് കാര്യമായിട്ട് തന്നെ കുഴപ്പമുണ്ട്. എന്തായാലും പെങ്ങടെ കല്യാണം മുടങ്ങിയതോർത്ത് വിഷമിച്ചിരിക്കുന്ന കമ്മീഷണറുടെ അടുത്ത് സിദ്ധാർത്ഥ വന്നിട്ട് പറയും എനിക്കൊരു അനിയനുണ്ട് സേതു, എന്നെക്കാട്ടിലും തലയ്ക്ക് വെളിവുള്ളവന്, അതുകൊണ്ട് ഹേമയെ അവനെ കൊണ്ട് കെട്ടിക്കാമെന്ന്. കമ്മീഷണറും ഹാപ്പി. അങ്ങനെ രണ്ടാനമ്മയും സേതുവും കൂടെ പെണ്ണ് കാണാൻ വരും. പക്ഷെ രണ്ടാനമ്മ പെണ്ണ് ചോദിക്കുന്നത് സിദ്ധാർത്ഥയ്ക്ക് വേണ്ടിയിട്ട്. ആർക്ക് പെണ്ണ് ചോദിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ മോൻ സിദ്ധാർത്ഥന്. വെരി നോൺസെൻസ്. കിടക്കു പുറത്ത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്തായാലും സിദ്ധാർത്ഥ പിറ്റേന്ന് തന്നെ കുളിച്ച് കുട്ടപ്പനായി ഹേമയെ കാണാൻ ചെല്ലും. പക്ഷെ പതിവ് പോലെ ഹേമയും സിദ്ധാർത്ഥയെ ഊക്കി വിടും. അതോടെ സിദ്ധാർത്ഥയ്ക്ക് പിന്നെയും പ്രാന്തളകും. മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് പോലും നിങ്ങളുടെ ക്രൂരതയ്ക്ക് മാപ്പ് തരില്ല. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. പക്ഷെ എക്സ്പ്രഷൻ കണ്ടിട്ട് സിദ്ധാർത്ഥയ്ക്ക് സാധാരണ പ്രാന്തൊന്നും അല്ല, ഏതോ കൂടിയനം കാമപ്രാന്ത. അന്നേരം ഇതും കണ്ടോണ്ട് വരുന്ന കമ്മീഷണർ സിദ്ധാർത്ഥെ ഫുട്ബോൾ പോലെ ഇട്ടങ്ങ് തട്ടും. എന്തായാലും ഇടിയെല്ലാം കൊണ്ട് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോയി ചികിത്സയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് നോക്കുമ്പം ബാലു ഹേമയെ ഇട്ട് ഓടിക്കുന്നു. ഹേമ എന്തിനാ ഓടിയത്? ഞങ്ങൾ ഈ ബാഗ് തരാനും സോറി പറയാനും വേണ്ടിയല്ലേ വന്നത്. സോറിയോ? ഇവളോട് എനിക്ക് ഒരു അല്പം പക തീർക്കാനുണ്ട്. ഇവളുടെ ചേട്ടൻ എന്നെ തലിച്ചതച്ചെന്റെ പക. അയ്യോ, എങ്കിൽ സത്യമായിട്ട് ഞങ്ങളും അതിനു വേണ്ടിയാ ഓടിച്ചത്. ഇവളുടെ അഹങ്കാരം ഇനിയും തീർന്നിട്ടില്ല സിദ്ധാട്ട, അതിപ്പോ തീർത്തു കൊടുക്കാം. നിന്റെയൊക്കെ ഉള്ളിൽ പറയാൻ വേണ്ടി തന്നെടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. തന്നെ അണ്ണന് വയറിറച്ചും ബുദ്ധി തന്നെ. അപ്പൊ ഹേമ വിചാരിക്കും, അയ്യോ പാവം, വട്ടനാണെങ്കിലും വില്ലന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് പാവത്തിന് ഒരു ഐറ്റം ഡാൻസ് കളിച്ചു കൊടുത്തേക്കാവെന്ന്. അപ്പൊ സിദ്ധാർത്ഥന്റെ ശിങ്കിടി പവിത്രനും രാഘവന്റെ മകൾ രാധികയും തമ്മിൽ പ്രേമത്തിലാണ്. ഇതറിഞ്ഞ സിദ്ധാർത്ഥൻ ചൂടാവും. ഞാനിന്ന് ചിരിക്കാനൊന്നും പറ്റിയ മൂഡിലല്ല. ചിരിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എന്താ പവിയേട്ട ഇത്? വേണ്ട. മുതലാളി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. ഇനി എനിക്ക് കാണണ്ട തന്നെ. എവിടെയെങ്കിലും പൊയ്ക്കോ. ഇനി എന്റെ മുമ്പിൽ വന്നതിന്റെ ശവം പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല. കൊന്ന് കളറിലെറിയും ഞാൻ. നായേ. പിറ്റേന്ന് തന്നെ പവിത്രന്റെ ഡെഡ് ബോഡി കിട്ടും. കുറ്റം സിദ്ധാർത്ഥന്റെ തലയിലും ഇരിക്കും. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്റെ പവിത്രേട്ടനെ കൊന്നത്? മോളെ, ഞാനല്ല പവിത്രനെ കൊന്നത്. ഇവളെ മാത്രമല്ല, ഇവിടെയും പവിത്രന്റെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ച എന്നെ കൂടെ നീ ചതിച്ചത്. പൊന്നോ ഒടുക്കത്താ. പിന്നെ
പക്ഷേ സേതു ബാലുവിനെ ഇടിച്ച് സത്യം പറയിക്കും. ഈ ബാലുവും അച്ഛൻ രാഘവനും കൂടെ ചേർന്നാണ് പവിത്രനെ കൊന്നത്. ഇതറിയുന്ന സിദ്ധാർത്ഥയുടെ ഒറ്റയടിക്ക് തന്നെ രാഘവൻ ഇറങ്ങി ഓടും. അച്ഛനെ തല്ലുന്നത് കണ്ട് സഹിക്കാനാവാതെ ദേഷ്യം വന്ന ബാലു അടുക്കളവാതിൽ വഴി ഇറങ്ങി ഓടും. എന്നെ മര്യാദ കൊടുപ്പിക്കാൻ നീയാണോ എന്നിട്ട് രാഘവൻ ഓടി ഫാക്ടറി ചെല്ലും. അവിടെ സിദ്ധാർത്ഥയെ കെട്ടിയിട്ട് ഒരു തൂമ്പ എടുത്ത് പട്ടിയെ തല്ലുന്ന പോലെ തല്ലും. ആദ്യം സിദ്ധാർത്ഥയുടെ വയറിനിട്ടടിക്കും, തൊഴിലാളികൾ എല്ലാരും കൂടെ നിന്നെ തല്ലിക്കൊല്ലാണ്, പിന്നെ കൈക്കടിക്കും. എന്നിട്ടും സിദ്ധാർത്ഥ കുലുങ്ങുന്നില്ലെന്ന് കണ്ട് കാലിന്റെ ഇടയിൽ അടിക്കും. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. പടൈത്ത കണ്ണിനായി വാ വാ വാ, ഉറുതി കൊണ്ട നെഞ്ചിനായി വാ വാ വാ, കളി പടൈത്ത മൊഴിയിനായി വാ വാ വാ, കടുമൈ കൊണ്ട തോളിനായി വാ വാ വാ. கனவுகள் மெய்ப்பட உறுதியும் மென்மையுமாய் ராம்ராஜ் பனியன்கள் மற்றும் உள்ளாடைகள். കനവുകൾ മെയ്പട രാംരാജ് ബനിയൻ. അങ്ങനെ ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് സത്യം മനസ്സിലാക്കുന്ന ലാലു അലക്സ് വന്നിട്ട് സിദ്ധാർത്ഥയോട് പറയും, ഐ ആം സോറി, ഇനി എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാമെന്ന്. അത് കേൾക്കുന്നതോടെ സിദ്ധാർത്ഥ ഒരു മാസ് ഡയലോഗ് അടിക്കും. ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല ഫ്ലോപ്പ് ആയിരുന്നു. ജോമോൻ സംവിധാനം ചെയ്ത് താൻ അഭിനയിച്ചിട്ട് പോലും ഈ പടം പൊട്ടിയല്ലോ എന്നോർത്ത് മമ്മൂക്കയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് മമ്മൂക്ക ജോമോനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് അങ്ങോട്ട് ഡേറ്റ് കൊടുത്ത് ഒരു സിനിമ കൂടെ എടുത്തു. അതാണ് ഭാർഗവചരിതം 3-ാം ഖണ്ഡം. അതിനുശേഷം ജോമോനെ മലയാള സിനിമയിൽ ആരും കണ്ടിട്ടില്ല. ഫീൽഡ് ഔട്ടിന്റെ വക്കിലെത്തി നിൽക്കുന്ന സംവിധായകരെ വീട്ടിലേക്ക് വിളിച്ച് അങ്ങോട്ട് ഡേറ്റ് കൊടുത്ത് ഫീൽഡ് ഔട്ട് ആക്കി വിട്ട മമ്മൂക്കയുടെ കെയറിങ് കാണാതെ പോകരുത്. മാനസിക രോഗം എന്നത് അത് അനുഭവിക്കുന്നവർക്കും അവരെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. മലയാള സിനിമയിലെ മാനസിക രോഗികളായ കഥാപാത്രങ്ങളോട് പ്രേക്ഷകന് എന്നും ഒരു അനുകമ്പ തോന്നിയിട്ടുമുണ്ട്. മമ്മൂട്ടി തന്നെ അഭിനയിച്ച തനിയാവർത്തനം, ഭൂതക്കണ്ണാടി തുടങ്ങിയ സിനിമകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ മാനസിക രോഗമെന്നും പറഞ്ഞ് ഇതുപോലെ ഓരോ കോപ്രായവും ഗോഷ്ഠിയും കാണിക്കുമ്പോഴാണ് അത് കോമഡിയായി മാറുന്നത്. ഈ വീഡിയോ ഒരു കാരണവശാലും മാനസിക രോഗമുള്ളവരെ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. സിദ്ധാർത്ഥ എന്ന ഈ സിനിമയിലെ കഥാപാത്രത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മനോവിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. മോനെ ജിണ്ടാക്കിക്കോ. എടാ ജിണ്ടാക്കിക്കൊന്നാ. ജിണ്ടാക്കിക്കോ.